ജീവിതത്തിന്റെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ചുറ്റും നോക്കിയപ്പോൾ പ്രതികൂലം മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. അവൻ ഒരു ജീവിക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് ചിന്തിച്ചപ്പോൾ ഇനി എന്തിനാ ജീവിക്കുന്നത്, ജീവിച്ചിട്ട് ഇനി അർത്ഥമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുടെ നടുവിൽ ദാവീദ് ആയിരുന്നപ്പോൾ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കടന്നു വന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കണ്ണടച്ച് ഹൃദയം പകർന്ന് അവൻ ആദ്യം പറഞ്ഞു തുടങ്ങുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ആദ്യം പറയുന്നത് ജീവിത സാഹചര്യത്തെ കുറിച്ചല്ല. ആദ്യം പറയുന്നത് ജീവിതത്തിലുള്ള പ്രതികൂലങ്ങളെയോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളെ കുറിച്ചല്ല. ആദ്യം പറയുന്നത് ദൈവമേ ഞാൻ നന്ദി പറയുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, താങ്ക് യു, എവറിത്തിങ് ഇൻ മീ സേസ് താങ്ക് യു. അവൻ നോക്കി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേദനകൾ നിറഞ്ഞ് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ, ആരാധിക്കാൻ കടന്നു വന്നിട്ട് ആരാധിക്കാൻ പോലും കഴിയാതെ അവൻ ഒരു കൈപ്പിന്റെ അനുഭവത്തിലൂടെ പോകുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നത്? അവൻ ദൈവത്തോട് പരാതിയും പരിഭവങ്ങളും മാത്രമുള്ളപ്പോൾ ദാവീദ് പറയുകയാണ്, എന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഞാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്റെ ആരാധനയെ സ്വാധീനിക്കുകയില്ല. പ്രത്യുത എന്റെ ആരാധന അവൻ എന്റെ സാഹചര്യത്തെ അവൻ സ്വാധീനിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നത് പ്രശ്നങ്ങളുടെ നടുവിലും എന്റെ വാ ഞാൻ തുറക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്.